അടുത്തായിട്ട് നമുക്കുള്ള കൊറോളറി സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ആർ യുണീക്ക്. അതിനെക്കുറിച്ചുള്ളതാണ്. ലെറ്റ് എഫ് ബി എ ഫീൽഡ് ആൻഡ് ലെറ്റ് സ്മോളർ ഫോക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ഫോക്സ്. ദെൻ എനി ടു സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഓവർ എഫ് ആർ ഐസോമോർഫിക്. ഓക്കെ, അപ്പം എഫ് ഒരു ഫീൽഡ്, സ്മോളർ ഫോക്സ് ക്യാപിറ്റൽ ഫോക്സിലുണ്ട്. അങ്ങനെയാണ് എനി ടു സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ആർ ഐസോമോർഫിക് എന്നാണ് പറയുന്നത്. സപ്പോസ് ദാറ്റ് ഇ ആൻഡ് ഇ ഡാഷ് ആർ സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് എഫ് ഓഫ് എക്സ് ഓവർ എഫ്. രണ്ട് സ്പ്ലിറ്റിംഗ് ഫീൽഡുകൾ നമ്മൾ എടുക്കുന്നു, ഇ വി ഡാഷും എടുക്കുന്നു. The result follows immediately from theorem 20.4 by letting phi be the identity from F to F. Okay. നമുക്ക് തിയറം 20.4 ഫൈ എന്ന് പറയുന്ന ഒരു ഐസോമോർസ് എഫിൽ നിന്ന് എങ്ങനെ തിയറം 20.4 എഫ് ഐ ബി ഐസോമോർസം ഫ്രം എ ഫീൽഡ് എഫ് ടു ഫീൽഡ് എഫ് ഡാഷ് എന്ന് വേണമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡുകൾ ഐസോമോർഫിക് ആയിരിക്കും എന്നാണ് പറയുന്നത് തിയറം 20.4. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് എഫ് ഡാഷും സെയിം എഫ് തന്നെ എടുക്കുക. അതിനിടയ്ക്കുള്ള ഐസോമോർസം ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഐഡൻറ്റിറ്റി മാപ്പാണ്. ഫൈയുടെ സ്ഥാനത്ത് ഐഡൻറ്റിറ്റി മാപ്പ് എടുക്കും. അപ്പം ഈ തിയറം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വി ഡാഷും ഐസോമോർഫിക് ആണെന്ന് കിട്ടും. Even though x raised to 6 minus 2 has a 0, q 6 root of 2, it does not split in q 6 root of 2. ഇപ്പോൾ x raised to 6 minus 2-ന് q 6 root of 2-ലൊരു 0 ഉണ്ട്. അതാണ് 2 raised to 1/6 ഉണ്ടായാൽ പോലും, പക്ഷേ അത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? ഇതിൻ്റെ മറ്റുള്ള സീറോസ് അതിന് താഴെ പറയുന്ന ഒന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ദ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എക്സ് റേസ് ടു എൻ മൈനസ് എ ഓവർ ക്യൂ. എക്സ് റേസ് ടു എൻ മൈനസ് എ ഫോമിൽ വരുന്നവരുടെ എല്ലാം സീറോസ് ഏതൊക്കെയാണെന്നറിയാവോ? എ റേസ് ടു 1/n, അടുത്തത് ഒമേഗ ഇൻറ്റു എ റേസ് ടു 1/n. ഒമേഗ എന്ന് പറയുന്നത് എന്ത് റൂട്ട് ഓഫ് യൂണിറ്റിയാണ്? ഒമേഗ സ്ക്വയർ ഇൻറ്റു എ റേസ് ടു 1/n എക്സെട്ര ഒമേഗ റേസ് ടു n മൈനസ് 1 ഇൻറ്റു എ റേസ് ടു 1/n. ഇത്രയുമാണ് അതിൻ്റെ സീറോസ്. അപ്പം അത് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും സീറോസിനെ ഉൾക്കൊള്ളുന്ന ഒരു ഫീൽഡായിരിക്കണം. അപ്പം ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. ഇപ്പം എ റേസ് ടു 1/n എടുക്കുക, അതിൻ്റെ കൂടെ ഒമേഗയും കൂടെ എടുത്താൽ മതി. എ റേസ് ടു 1/n ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പവറും വരും. ഒമേഗ ഉണ്ടെങ്കിൽ ഒമേഗയുടെ എല്ലാ പവറും വരും. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീൽഡ് ആയതുകൊണ്ട് അതും വരും. അപ്പോൾ ക്യൂ ഓഫ് എന്ത് റൂട്ട് ഓഫ് എ കോമ ഒമേഗ എന്ന് പറയുന്നതാണ് അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്.